ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. പഞ്ചസാരയോ പാലോ ചേർക്കാതെ തയ്യാറാക്കുന്ന ഈ ഓവർനൈറ്റ് ഓട്സ് നിങ്ങളുടെ ഡയറ്റ് ശീലങ്ങൾക്ക് ഒരു വലിയ മാറ്റമായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ആദ്യം ഒരു പാത്രത്തിൽ 1.5 കപ്പ് ഓട്സ് എടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 15 മിനിറ്റ് വരെ കുതിരാൻ വെക്കണം. അടുത്തതായി ഒരു 15 ബദാം എടുത്തിട്ടുണ്ട്. ഇത് തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. രാത്രി മുഴുവൻ കുതിർന്ന തൊലി കളഞ്ഞ ബദാം ഉപയോഗിക്കുന്നതും നല്ല ദഹനത്തിനും പോഷകങ്ങൾ ലഭിക്കുന്നതിനും വളരെ നല്ലതാണ്. ബദാം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബദാമും തൊലി കളഞ്ഞ് എടുക്കണം. ഈ ബദാം ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇത് നന്നായി അരഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രഷ് ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അടുത്തതായി കുതിർത്ത് വെച്ച ഓട്സ് എടുത്തിട്ടുണ്ട്. അത് ഒരു അരിപ്പ ഉപയോഗിച്ച് വെള്ളം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിനായി 2 ഈന്തപ്പഴം ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡുകളും ഫൈബറും പ്രോട്ടീനും കൂടുതൽ ലഭിക്കുന്നതായി 1 ടീസ്പൂൺ ചിയ സീഡ് ചേർക്കാം. അടുത്തതായി 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മത്തങ്ങ സീഡ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ബദാം മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായി മിക്സാക്കിയ ശേഷം മൂടി വെച്ച് രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ എടുക്കേണ്ടത്. അടുത്തതായി ഒരു പഴം എടുത്തിട്ടുണ്ട്. അത് ഒന്ന് തൊലി കളഞ്ഞ് എടുക്കാം. ഇനി ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇത് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇനി ഫ്രിഡ്ജിൽ വെച്ച ഓട്സിലേക്ക് ഈ പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ തണുക്കുമ്പോൾ ഇതിലെ സ്റ്റാർച്ച് റെസിസ്റ്റൻസ് സ്റ്റാർച്ചായി മാറുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പംകിൻ സീഡ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മസ്ക മെലൺ സീഡ് ചേർത്ത് കൊടുക്കാം. ഇത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഹെൽത്തിയായ ഓവർനൈറ്റ് ഓട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.